ഉള്ളിൽ പാതിരിയെങ്കിൽ പാതിരിയോട് ബഹുമാനം. ലോഹയ്ക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ വന്നത് ആ വാക്യം തന്നെയാണ് എൻ്റെ കറക്റ്റ് ഉത്തരം. ഇതന്നെ അവരും പറഞ്ഞിട്ടുള്ളൂ. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫോർ എ സിമ്പിൾ ഷേക്ക് ഹാൻഡ് ടു ഹാപ്പൻ ബോത്ത് ഹാൻഡ്സ് ഷുഡ് റീച്ച് ഔട്ട്. ഞാനിങ്ങനെ ഒരു കൈ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടി വെച്ചേക്കുക, മറ്റൊരാൾ കൈ പുറകെ കെട്ടി തന്നെ നിൽക്കുകയാണെങ്കിൽ ഷേക്ക് ഹാൻഡ് നടക്കുകയില്ല. ഈ സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ടത്, കുറച്ച് കാലങ്ങളായിട്ട് BJP ഈ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കുക. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ പരിശ്രമം തന്നെ ഈ ന്യൂനപക്ഷങ്ങളോട് എടുക്കാനുള്ള ശ്രമം BJPയുടെ സൈഡിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് ക്രിസ്ത്യൻസ് തന്നെയല്ല, മുസ്ലിംസ് അത് മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് എല്ലായ്പ്പോഴും തുടരുന്നെങ്കിൽ എനിക്ക് വേണ്ട നമുക്കും വേണ്ട എന്നുള്ള നിലവാരം എടുക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇപ്പം ഈ കഴിഞ്ഞ ക്രിസ്മസിന് പാതിരാത്രി കുർബാനയിൽ ഉണ്ണീശ്വരനെ മുത്തിയിട്ട് മോഡി പങ്കെടുത്തിരുന്നു ഡൽഹിയിൽ. നിരന്തരമായിട്ട് സഭാ നേതൃത്വത്തിൽ വിവിധ സഭാ നേതൃത്വമായിട്ട് പല ചർച്ചകൾ, പല വിരുന്നുകൾ പ്രധാനമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ജോർജ് കുര്യനുമായിട്ട് അവരുടെ വസതിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു ഇല്ലേ? ഈ അൽഫോൻസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കിയത് മുതൽ, അല്ലെങ്കിൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല വിഷയങ്ങൾ നോക്കി, മുനമ്പം വിഷയം, വഖഫ് ബോർഡിൻ്റെ വിഷയം ഉണ്ടായത്, എത്ര കോൺഗ്രസ്സുകാർ ഈ ക്രിസ്ത്യൻ സഭകളുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. VD സതീശൻ്റെ സ്വന്തം എറണാകുളം ഹൈബിയുടെ അവിടുത്തെ MP ആരെങ്കിലും വന്ന് കണ്ടോ? പ്രത്യക്ഷത്തിൽ ഈ സമരമുഖത്ത് വന്നതും ഈ മുനമ്പൻ ജനത രക്ഷിച്ചതും ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു നേതാക്കന്മാരുമാണ്, BJP നേതാക്കന്മാരുമാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ആ ഓൺ ദ സ്പോട്ട് അനൂപ് ആന്റണിജിയും ഷോൺ ജോർജിനെ അവിടെ നിയോഗിച്ചു BJP നേതൃത്വം ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പള്ളുരുത്തി വിഷയം, കളമശ്ശേരിയിലെ വിഷയം, താമരശ്ശേരിയിലെ പ്രശ്നം, കല്ലറങ്ങാട്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞപ്പം പിതാവിനെ വളയം വന്ന് PDPക്കാരെയും NDFകാരെയും അവിടെ ആരാ റൂട്ട് മാർച്ച് നടത്തിയതും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ മുന്നോട്ട് വന്നവരെ BJPക്കാർ. അല്ലാതെ അവിടുന്ന് 100 മീറ്റർ അങ്ങോട്ട് കൊണ്ടു മറ്റേ ജോസ് കെ മാണിയുടെ വീടുമായിട്ട് പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് സത്യത്തിലൊരു കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വസതിയിൽ പോയിട്ട് ബിഷപ്പിനെ കണ്ട് അവിടെ വെച്ച് പത്രസമ്മേളനം നടത്തുന്നതായിരുന്നു. ഏതാ അതല്ലേ എൻ്റെ ന്യായം? അപ്പോൾ ഇവരൊന്നും അല്ല വന്നതും സഹായിച്ചതും ഒക്കെ ചെയ്യുന്നത് BJPക്കാരാണ്. പക്ഷേ സമയമാകുമ്പോഴത്തേനും വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ, ഒരു പരോക്ഷമായിട്ട് പോലുമല്ല, പ്രത്യക്ഷമായിട്ട് അത് അവരുടെ സഭയുടെ ഔദ്യോഗിക ദിനപത്രം അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം വേറെ പലരും ഹൈജാക്കിയിട്ട് വർഷങ്ങളായി. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിൽ മുഖപ്രസംഗം എഴുതുക, സെമിനാറിലും കോൺവെന്റിലും ഒക്കെ വിളിച്ചിട്ട് പരസ്യമായിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക ഏതൊരു പാർട്ടിക്ക് വേണ്ടി. അത് പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ തെറി കേൾക്കും. തെറി കേട്ടേ മതിയാവും. അത് പാതിരിയാണെങ്കിലും ശരി, സുകുമാരൻ നായരാണെങ്കിലും ശരി, വെള്ളാപ്പള്ളിയാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി. സമുദായ സംഘടനയാണെങ്കിൽ നിഷ്പക്ഷ നിലപാടെടുക്കണം. അവർ രാഷ്ട്രീയം പുറത്തെടുത്ത് കഴിയുമ്പം രാഷ്ട്രീയക്കാരൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരും അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ബഹുമാനമൊക്കെ പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഷോണിൻ്റെയും PC-യുടെയും BJPയുടെയും നിലപാടിന് പിന്തുണ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, FCRA തന്നെയല്ല. ഇപ്പം ഒരു 6 മാസത്തിനകത്ത് ഈ വർഷം തന്നെ ഉറപ്പായിട്ടും സിംഗിൾ സിവിൽ കോഡ് വരാൻ പോവാം. വരും. 33% വനിതാ സംവരണ ബില്ല് വരാൻ പോവാം. വരും, ഉറപ്പായിട്ടും വരും. 543 816 ലോക്സഭാ മണ്ഡലമായിട്ട് ഉയർത്താൻ പോവാം. വരും, വന്നിരിക്കും. ഇതൊക്കെ പ്രഖ്യാപിത നയങ്ങളാണ്, പാർട്ടിയുടെ പരിപാടിയാണ്. ഓക്കെ, FCRAക്ക് എന്താ പ്രശ്നം? എന്താ എല്ലാ മതസ്ഥർക്കും ഇവിടെ ഫണ്ട് വരുന്നുണ്ട് ഹെവി ആയിട്ട്. അത് കണക്ക് കാണിക്കണം എന്ന് പറയുന്നത് എന്താണ്? വൈ ദ എക്സെപ്ഷൻസ്? വിശ്വാസികൾ തന്നെ മനസ്സ് ചോദിക്കുന്ന ചോദ്യമായത്, നിങ്ങൾ ഈ പൈസ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് കൂടെ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പരസ്യമായിട്ട് ചോദിക്കുന്നവരെ നാവടപ്പിക്കുന്ന സഭാ നേതൃത്വം, വിശ്വാസികൾ മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യം തന്നെയാണ് ഗവൺമെന്റ് ഇപ്പം ബില്ല് അവതരിപ്പിച്ച് കൊണ്ടുവരാൻ പോകുന്നത്. അത് കൊണ്ടുവരട്ടെ. പിന്നെ ഈ പരസ്യമായിട്ട് രാഷ്ട്രീയ നിലപാടെടുക്കുന്നവർ തെരുവിൽ കേട്ടേ മതിയാവും. എന്താ സംശയം? അതിന് ബഹുഭൂരിപക്ഷം വരുന്ന സഭാവിശ്വാസികളും ക്രിസ്ത്യാനികളും കൈയടിക്കത്തേ ഉള്ളൂ. ജയ് ഹിന്ദ്.